everyone. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹിന്ദിയിലെ കുടജ് എന്ന നിബന്ധാണ്. ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി എഴുതിയിട്ടുള്ള നിബന്ധാണ് കുടജ് എന്നുള്ളത്. അപ്പോൾ ഈ നിബന്ധ് വളരെ ലെങ്തി ആണ്. അത് നമ്മൾ വളരെ ഷോർട്ട് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുന്ന പോലെയാണ് നമ്മൾ നോട്ട്സ് റെഡിയാക്കിയിട്ടുള്ളത്. നോക്കാം. കുടജ് हजारी प्रसाद द्विवेदी सारांश व समीक्षा. कुडज हमें सिखाता है कि कठिन से कठिन परिस्थिति में भी जीवन को आत्मसम्मान और आत्मविश्वास के साथ जिया जा सकता है. കുടജ് എന്ന ഈ ഒരു നിബന്ധം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? വളരെ പ്രയാസപ്പെട്ട അവസ്ഥയിലും കഠിൻ സേ കഠിൻ പരിസ്ഥിതി മേ ഭി ജീവൻ കോ ആത്മസമ്മാൻ, നമ്മുടെ ലൈഫിൽ എന്ത് ബുദ്ധിമുട്ട് വന്നോട്ടെ ആ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ വളരെയധികം ശക്തിയോടുകൂടി നേരിടണം എന്ന ഒരു ആത്മവിശ്വാസത്തെക്കുറിച്ചാണ് ഈ ഒരു നിബന്ധ് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത്. ഇനി कुडज हिमालय की कठोर पर्वतीय शिलाओं के बीच उगने वाला एक छोटा सा पौधा है. അതായത് കുടജ് ശരിക്കും ഒരു മരത്തിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മരം ഹിമാലയത്തിലെ കഠോര പർവ്വതീയ ശിലാവും കെ ബീജ്, ഹിമാലയത്തിൽ വളരെയധികം മഞ്ഞല്ലേ, അപ്പോൾ ആ മഞ്ഞിലും एक छोटा सा पौधा है, ഒരു ചെറിയ ഒരു ചെടിയായിരുന്നു. ये पौधा बिना किसी ദിഖാവേക്ക്, ആരും തന്നെ അതിനെ പരിപാലിക്കാതെ, ബിനാ കിസി ഖുഷ്ബു കെ ബി അപ്നെ അസ്തിത്വ കോ ബനായി രഖ്താ ഹൈ, അതിനെ ആരും തന്നെ പരിപാലിക്കാതെ തന്നെ എന്ത് ചെയ്യാണ്, അത് ഒരു അസ്തിത്വം ഉണ്ടാക്കിയെടുക്കുകയാണ്. ജബ് ഹിമാലയ കെ ഠണ്ഡേ പർവ്വതീയ ക്ഷേത്ര में അക്സർ പാനി കം പहुंचता है. നമുക്കറിയാം അല്ലെ, ഹിമാലയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, അവിടെ മഞ്ഞാണ് കൂടുതലുള്ളത്. അപ്പോൾ പ്യോർ വാട്ടർ എന്നുള്ള ആ ഒരു കണ്ടന്റിനെക്കാട്ടും കൂടുതൽ എന്താണുള്ളത്, മഞ്ഞാണുള്ളത്. തബ് ഭി യ അപ്നി ഗഹരി ജഡോം സേ പത്തരോം കോ ഫാഡ് കർ പോഷൻ പ്രാപ്ത് കർത്താ ഹൈ. പക്ഷേ ആ ഒരു മഞ്ഞിലും ഈ കുടജ് എന്ന വടവൃക്ഷം എന്ത് ചെയ്യാണ്, ആ ഒരു ചെടിയായിരുന്നു ആദ്യം. അപ്പോൾ ആ ചെടി അവിടെ നിലനിൽക്കാൻ വേണ്ടി അത്രയും കഠിനമായിട്ട് പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു, എങ്കിലും അതെന്താ തോറ്റു കൊടുത്തില്ല അല്ലേ. ഹിമാലയ की कठोर बर्फीली, ഹിമാലയത്തിലെ ആ വളരെയധികം കഠിനമായ തണുപ്പിലും और सूखी जमीन पर यह स्थिर रहता है मुस्कुराता है. അവൻ എങ്ങനെയിരുന്നു, കുടജ് ആ ഒരു വൃക്ഷം വളരെയധികം എന്തായിരുന്നു, അവിടെ മഞ്ഞായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരുന്നു വളർച്ചയ്ക്ക്. അതുപോലെ തന്നെ മുസ്കുരാത്ത, എങ്കിലും ആ കഠിനമായ അവസ്ഥയിലും അവൻ ഉള്ളുകൊണ്ട് ചിരിച്ചു. और अपनी ജീവൻ ശക്തിക്ക് അദ്ഭുത ഘോഷണ കർത്താ ഹേ, അവൻ എന്ത് ചെയ്യാണ്, വിളിച്ചു പറയുകയാണ്, ഇത്രയും കഠിനമായ ഒരു അവസ്ഥയിലും ഞാൻ ജീവിക്കും എന്ന് ദൃഢമായി തന്നെ വിശ്വസിക്കുകയാണ്. യേ ഹമേം സിഖാത്താ ഹേ കി, നമ്മളെ പഠിപ്പിച്ചു തരുന്നത് വിഷം പരിസ്ഥിതിയോ മേ ഹാർ നഹി മാനി ചാഹിയെ, നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കോട്ടെ, വിഷമ ഘട്ടങ്ങൾ ഉണ്ടായിക്കോട്ടെ, ആ ഘട്ടങ്ങൾ നമ്മൾ തോൽവി സമ്മതിച്ചു കൊടുക്കരുത്. ബൽക്കി സംഘർഷ കർത്തേ ഹുയെ മുസ്കുരാത്തേ റഹനാ ചാഹിയെ, നമ്മൾ സംഘർഷം എന്ന് പറഞ്ഞാൽ എന്താണ്, നേരിടുക അല്ലേ, നേരിട്ടുകൊണ്ട് നമ്മൾ എന്താ, ചിരിച്ചുകൊണ്ട് നേരിടണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഹസാരി പ്രസാദ് ദ്വിവേദി കാ കഹനാ ഹൈ കി ठीक उसी तरह जैसे कुडज विषम परिस्थितियों में अपना अस्तित्व बनाए रखता है. ഹസാരി പ്രസാദ് ദ്വിവേദി നമ്മളടുത്ത് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്, ഇതേപോലെ കുടജ് എന്ന ആ ഒരു വൃക്ഷം വിഷമ പരിസ്ഥിതിയിലും തൻ്റെ അസ്തിത്വം നിലനിർത്തിയതുപോലെ തന്നെ ഹം മനുഷ്യോം കോ ഭി വിപരീത ഹാലാത്തോ മേം ധൈര്യ और സംയം രഖ്നാ ചാഹിയെ, നമ്മളും മനുഷ്യരും എന്ത് ചെയ്യുക, നമുക്ക് വരുന്ന പ്രശ്നങ്ങളെയൊക്കെ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി നേരിടുക എന്നാണ് പറയുന്നത്. कुडज दूसरों के सामने घुटने नहीं टेकता और ना ही भीख मांगता है. കുടജ് എന്ന മഹാവൃക്ഷം എന്ത് ചെയ്തിട്ടില്ല, ആരുടെയും മുന്നിൽ തല കുനിച്ചു നിർത്തിയിട്ടില്ല. അതുപോലെ തന്നെ എന്താണ്, ആരുടെയും മുന്നിൽ വെള്ളത്തിനോ വളത്തിനോ വേണ്ടി എന്ത് ചെയ്തിട്ടില്ല, അതെ, കൈകൾ നീട്ടിയിട്ടില്ല. ഹമേ ഭി അപ്നെ മൻ കോ സ്വാർത്ഥ ഔർ കംസോരി സേ ദൂർ രഖ്തേ ഹുയെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കുടജ് അവിടെ ധൈര്യപൂർവം ആ ഒരു ഹിമാലയത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെയധികം മഞ്ഞാണ്, ആ മഞ്ഞിൽ ഒരു ചെടി വളരുക അല്ലേ, വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹമേ ബി അപ്നെ മൻ കോ സ്വാർത്ഥ ഔർ കംസോരി സേ ദൂർ രഖ്തേ ഹുയെ ദൂസരോं के लिए പരോപകാർ करना चाहिए. അപ്പം നമ്മൾ എന്ത് ചെയ്യണം അല്ലേ, ഈ കുടജ് എന്ന വൃക്ഷത്തെ പോലെ തന്നെ നമ്മളെ മനസ്സിലുള്ള ആ സ്വാർത്ഥതയെല്ലാം ഒഴിവാക്കി
അല്ലേ? കംസോരി കോ ദൂർ രഖ്തേ ഹുയേ ദൂസരോം കേ ലിയേ, അല്ലെ? മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പരോപകാരം ചെയ്യണം, അല്ലെ? പരോപകാർ കർനാ ചാഹിയേ. ആത്മാ കാ ഉच्च स्वरूप बनाए रखना चाहिए और अपनी इच्छाओं पर निमंत्रण रखना चाहिए. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആത്മാവിനെ ഉച്ചസ്വരൂപനായ രത്നാഹെ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നിറവേറ്റണം. അതുപോലെ തന്നെ അപ്പനി ഇച്ഛാവും പർ, നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ നിയന്ത്രൺ രഖ്നാ ചാഹി, നമ്മളെ എല്ലാ ഇഷ്ടങ്ങളെയും നടത്തുക എന്നതിലല്ല, ഇഷ്ടങ്ങളുടെ വാല്യൂ അനുസരിച്ച് അത് നല്ലതിനാണെങ്കിൽ മാത്രം നടത്തുക, അല്ലെ? അതൊരു ചീത്ത ഇഷ്ടമാണെങ്കിൽ അത് വേണ്ട എന്ന് വെക്കുക.